ശ്രീ കെ എൻ ബാലഗോപാൽ, എല്ലാ കാലത്തും നിങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ബി.ജെ.പിയെ എതിർക്കാൻ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഇടതുപക്ഷം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, മോദിയെ എതിർക്കാൻ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നത് മമതയാണ് എന്ന പ്രതീതി മമതയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികളിലൂടെ വരുത്താൻ സാധിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന നിലപാട് യഥാർത്ഥത്തിൽ എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്? മോഡിയെ എതിർക്കാനായിട്ട് മമതയ്ക്ക് ശേഷിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിച്ചൊരു സംഭവമല്ല ഇത്. അത് അങ്ങനൊരു അസസ്മെൻറ്റിൽ താങ്കൾക്കെത്താം, അല്ലെങ്കിൽ കുറേയേറെ ആളുകൾക്കെത്താം. പക്ഷേ ഇതിനകത്ത് അടിസ്ഥാനപരമായൊരു പ്രശ്നമുണ്ട്. ഇത് ബി.ജെ.പി. ഗവൺമെൻറ്റിന് വന്നിരിക്കുന്ന വല്ലാത്ത ഒരു ഒറ്റപ്പെടലും അവരെന്തും കാണിക്കുന്നു എന്ന ബോധവും നാട്ടിലാകെ ഉണ്ടാവുന്ന ഇതും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളത് സത്യമാണ്. കാരണം എന്തും ചെയ്യാൻ തയ്യാറാവുന്നതാണ്. ഇവിടെ ഇത് കഴിഞ്ഞാൽ ഉടനെ അവരൊരു മോറലി ഞങ്ങൾ തകർന്നുപോയി, അതുകൊണ്ട് ഞങ്ങളിതൊന്നും ചെയ്യില്ല എന്നൊന്നും ബി.ജെ.പി. ഇനിയും ശ്രമിക്കാൻ പോകുന്നില്ല. ബി.ജെ.പി. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ CBI ഡയറക്ടറെ മാറ്റിയത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം CBI ഡയറക്ടറെ വീണ്ടും അപ്പോയിൻറ്റ് ചെയ്തിട്ട് വേറെ ആളെ വെച്ച്, അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വെച്ചിട്ട് പുതിയ ആളെ എടുത്ത ഒരു ഗവൺമെൻറ്റാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോയിരുന്നിട്ടാണല്ലോ സെലക്ഷൻ പോകേണ്ടി വരും. ഭരണഘടനാപരമായിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ ഇൻട്രിക്കസീസ് ഒക്കെ നോക്കിയിട്ടാണ്. അതുകൊണ്ട് ഇപ്പം അതേപോലുള്ള നിരവധി കാര്യങ്ങൾ ഇനി അവർ ചെയ്യും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം മമതയുടെ കാര്യത്തിനകത്ത് മമത പൊളിറ്റിക്കലി ഇങ്ങനെ കാണിച്ചതിനകത്തൊക്കെ വലിയ വികാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അടിസ്ഥാനപരമായ പ്രശ്നം, ഈ പ്രശ്നം മമതയ്ക്കെതിരെ നല്ലപോലെ അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മാത്രമല്ല, പല രാഷ്ട്രീയ നിരീക്ഷകരും അങ്ങനെ കരുതുന്നവരുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ ശാരദാ ചിട്ടി ഫണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രാമഗ്രാമാന്തരങ്ങളിലുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്ന് 10,000 കോടി, ഞാൻ ആ തുക ഇപ്പോൾ ഓർക്കുന്നില്ല, 40,000 കോടി, എല്ലാം കൂടി ഒരു 40,000 50,000 കോടി വരുന്നതാണ്. ഞങ്ങളെല്ലാം പാർലമെൻറ്റിലുള്ള സമയത്ത് തന്നെയാണ് ഈ കാര്യങ്ങൾ ചർച്ച വന്നിരുന്നത്. അതിനകത്ത് പ്രതിയായിട്ട് തൃണമൂലിൻ്റെ MP-മാർ ആ സമയത്ത് തന്നെ ജയിലിലുണ്ടായിരുന്നു. അത് തൃണമൂലിൻ്റെ MP-മാരെ ആദ്യം പിടിച്ച് അറസ്റ്റ് ചെയ്തിരുന്നത് മമത ഈ BJP-യുടെ കാലത്ത് മാത്രമൊന്നുമല്ല. MP-മാർ, അതായി പല MP-മാരും പിന്നെ പതുക്കെ അതിൽ നിന്ന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട MP-മാർ തന്നെ BJP-യിലേക്ക് ചേർന്നു. BJP ചേർന്ന് കഴിഞ്ഞപ്പോൾ അവർ കേസെടുത്തില്ല. അപ്പോൾ ഇതിനകത്തൊരു വലിയ തട്ടിപ്പിൻ്റെ പ്രശ്നമുണ്ട്. ഗ്രാമങ്ങളിൽ 40,000 50,000 കോടി കേരളത്തിൽ നിന്ന് ചിട്ടിയിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 20,000 കോടി രൂപ കേരളത്തിൽ നിന്ന് ചിട്ടിയിൽ പോയി കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകളുടെ പൈസയൊക്കെ പോകും. ആ പോകുന്ന പൈസയെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒരു കൺസേൺ ഉണ്ട്. അപ്പോൾ അത് ഇവർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടം മാത്രമല്ല, രാഷ്ട്രീയമായൊരു പ്രശ്നം വെച്ചുകൊണ്ട് മമത മോഡിയെ എതിർക്കുന്നു എന്ന നിലയിലല്ല ഇതിനകത്ത് വന്നേക്കുന്നത്. ഇങ്ങനെ എതിർത്ത ആളുകൾ നേരത്തെ ഉണ്ട്. ആദ്യമായിട്ടാണോ ഒരു സംസ്ഥാനത്തെ പോലീസ് നിയമപരമല്ലാത്ത അല്ലെങ്കിൽ നിയമത്തിനെ എക്സീഡ് ചെയ്യുന്ന ചില സ്റ്റെപ്പ് എടുക്കുന്നത്? നല്ലപോലെ ഓർക്കണമല്ലോ. ഇതിനകത്ത് നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കരുണാനിധിയെയും അതുപോലെ തന്നെ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന മുരശലിമാരനെയും അറസ്റ്റ് ചെയ്ത് കാപ്പാത്തുങ്കോ അല്ല തക്കൊല പെണ്ണാതെന്ന് കരുണാനിധി വിളിച്ച് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇത് എക്സസ് ആയിട്ട് ചെയ്യുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് പോലീസ് ചെയ്തതും തിരിച്ചു ചെയ്തതും ഒന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. കേന്ദ്രമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തത് നേരത്തെ ഇതുപോലെ ബീഹാറിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രമന്ത്രിമാരെ പോലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരത്തെ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും മോശമായ ഒരു സുപ്രീം കോടതി പറഞ്ഞാൽ, സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞേക്കാം, ഇനിയിപ്പോൾ സുപ്രീം കോടതി ജഡ്ജി എങ്ങാനും അബദ്ധവശാൽ അങ്ങ് ബംഗാളിൽ കൂടെ പോയി കഴിഞ്ഞാൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ക്രിമിനൽ ഗ്രൗണ്ടിനകത്ത് സുപ്രീം കോടതി ജഡ്ജിയാൾ ഏതൊരു ഗ്രൗണ്ടിനകത്ത് അറസ്റ്റ് ചെയ്യാമല്ലോ. BJP ചെയ്തത് അങ്ങേയറ്റം തെറ്റാണ് എന്ന് പറയുമ്പോൾ തന്നെ മമതാ ബാനർജിയുടെ രാഷ്ട്രീയം ഈ അഴിമതി കേസിലുള്ള ആളുകളെ മുഴുവൻ സംരക്ഷിക്കുക. അവരെന്താ ചെയ്തതെന്ന് കോൺഗ്രസ്സുകാർക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. അവരെന്താ ചെയ്യുന്ന പഴയ കോൺഗ്രസ് നേതാവാണ്, എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ BJP-യോട് കൂടായിരുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു എക്സെൻട്രിസിറ്റി രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ബേസിക്കായ ഇഷ്യൂസ് പ്രശ്നമാണ്. ഇക്കാര്യത്തിൽ എന്തായാലും അതൊരു നാട്ടിലാകെ വലിയ ചർച്ചയായി, അനാർക്കിയായി, രാജ്യത്തെ ഭരണഘടന നിലനിൽക്കുന്ന തരത്തിലേക്ക് സ്റ്റേറ്റും കേന്ദ്രവും പ്രവർത്തിക്കുന്നില്ല എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി ഇത് കാര്യമായിട്ടുണ്ട്. എന്തായാലും നിയമത്തിൻ്റെ വശത്തോട് നോക്കുമ്പോൾ സുപ്രീം കോടതിയുടെ വിധി മമതയ്ക്കെതിരായിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഗവൺമെൻറ്റിനെതിരായിട്ടാണ്. പക്ഷേ BJP ചെയ്തതിനെ ഒട്ടും ന്യായീകരിക്കാതെ തന്നെ ഈ ചിട്ടിയുടെ തട്ടിപ്പിനെ എല്ലാം, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയുന്നതാണ്, ചിട്ടിത്തട്ടിപ്പിൻ്റെ വലിയ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. ബംഗാളിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ബംഗാളിലെ പല MP-മാരും, ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള MP-മാർ, പലരും രാഷ്ട്രീയക്കാരല്ല, പലരും പല കമ്പനിയുടെ എക്സിക്യൂട്ടീവ്സും ഒക്കെയാണ്. അവരൊക്കെ തന്നെ ഈ കാര്യത്തിനകത്ത് ഇൻവോൾവ് ചെയ്തതും ചിലർക്കുള്ള പരാതിയും അടക്കമുള്ള ധാരാളം കാര്യങ്ങൾ ബംഗാളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ മമതയ്ക്ക് ലോങ് റണ്ണിൽ ഇത് ഗുണമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാനൊരു പ്രഡിക്ഷനൊന്നും ആളല്ല ഇപ്പോൾ.